പേടിച്ചില്ല. ഞാൻ ഹീറ്റഡ് ആർഗ്യുമെന്റ് തന്നെ ആയിരുന്നു. അത് സങ്കടത്തോടെ സംസാരിച്ചതാ. എന്തിനു ചെയ്തു എന്നാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഓഡിയോ കിട്ടുന്ന വീഡിയോ ഉണ്ടെങ്കിൽ അതും കണ്ടുപിടിക്കണം. റിക്വസ്റ്റിംഗ് ഫോർ മൈ സൈഡ്. ഞാൻ വെറുതെ പറയില്ല. നിങ്ങൾക്ക് ഇനിയും ഭയങ്കരമായിട്ട് തോന്നലാണെങ്കിൽ ഈ വീഡിയോ കിട്ടിയതിന് ശേഷം അതിൽ ഉണ്ണിമുകുന്ദൻ വിപിൻ കുമാർ എന്ന് പറയുന്ന പാവപ്പെട്ടവനെ അടിച്ചെന്നുണ്ടെങ്കിൽ ഞാൻ മലയാള സിനിമയിൽ അഭിനയം നിർത്താം. അതൊരു കാര്യം ചെയ്യാം. എൻ്റെ മേപ്പടയൻ എന്ന സിനിമ വന്നപ്പോൾ മാക്സിമം ആൾക്കാർ എഴുതിയത് ഇത് സംഘം ഫണ്ട് ചെയ്തൊരു സിനിമയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം ആ പടം എൻ്റെ വീട് പണം വെച്ചിട്ടാണ് ഞാനത് ചെയ്തത്. ഇത് ഞാൻ ഒരിക്കലും പറയാത്തതെന്ന് വെച്ചാൽ ആംബുലൻസ് പോയപ്പോൾ SDPIയുടെ ആംബുലൻസിൽ എത്ര സിനിമകളുണ്ട് ഞാൻ പറയാം. ഓഫീസർ എങ്ങനെയാണ് നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഡൗട്ട് വന്നു. ഇപ്പോൾ ആ വീഡിയോ പുറത്താണ്, കോടതി അതിലൊന്നുമില്ല എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഫാബ്രിക്കേറ്റഡ് വീഡിയോസ് ഇനിയിപ്പോൾ AI വെച്ചിട്ട് ഞാൻ ഒരാളെ തെല്ലുന്ന വീഡിയോസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാനത് ഫൈറ്റ് ചെയ്യേണ്ടിയിരിക്കും. ബട്ട് ഐ എം വെരി ഷുവർ ഞാൻ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് വളരെ ക്ലീൻ ആയിട്ട് പറയാം. കേട്ടില്ല മാം, സോറി. അല്ല, എൻ്റെ അടുത്ത് നമുക്കറിയില്ല ഏതൊക്കെ ഒഫൻസ് ആണ് അവർ വെച്ച് തരുന്നത്. ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഇൻഫർമേഷൻ കിട്ടാത്തത് കൊണ്ട് പിന്നെ ഒരു എന്താ പറയുക, ഡെഫിനറ്റ്ലി എൻ്റെ സേഫ്റ്റി ഞാൻ നോക്കണമല്ലോ. ഏതൊക്കെ വകുപ്പാണ് ഇപ്പോൾ എന്തൊക്കെയാണ്, ബിക്കോസ് ടോട്ടലി നടക്കാത്ത കാര്യമാണ് എഴുതി ചേർക്കുന്നത്. ഞാൻ എൻ്റെ പേടിയെ പറഞ്ഞു. ബിക്കോസ് ഞാനിപ്പോൾ പറഞ്ഞതെന്താ മാഡത്തിന് കാര്യം മനസ്സിലായല്ലോ. ഇഷ്യൂ ഒരിക്കലും ഇയാൾ അടിക്കുന്നതില്ല, ഞാൻ തൊട്ടിട്ടില്ല. നിങ്ങൾക്ക് ഏത് വീഡിയോ കിട്ടിയാലും അതിൽ ഈ അടി ഉണ്ടാവില്ല. ബിക്കോസ് അങ്ങനെ സംഭവിച്ചിട്ടില്ല. സെക്കൻഡ്, ടൊവിനോട് മാറ്റർ ഇതിൽ ഡിസ്കഷനിലേ ഉണ്ടായിരുന്നില്ല. ടോട്ടലി ഫാബ്രിക്കേറ്റഡ് ആയ കാര്യങ്ങൾ പറയുമ്പോൾ ലൈവായിട്ട് ആ വീഡിയോ കിട്ടുമ്പോൾ ഇയാൾ നടന്നു പോകുന്നൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനത്തെ ഒരാള് പിന്നെ എന്തൊക്കെ കേസാണ് എൻ്റെ മേലിൽ വെച്ചേക്കുന്നത്, മീൻസ് ബെയിലബിൾ ആണോ നോൺ ബെയിലബിൾ ആണോ എന്നൊക്കെ നമുക്ക് അറിയാത്തതുകൊണ്ട് വി ആർ ഓൾസോ വെരി കോഷ്യസ്. അസിൻ എന്താണ് ചെയ്യുന്നത്, എന്നെയും അങ്ങനെ കൂട്ടുകാരില്ല എന്ന് പറഞ്ഞാലും കൂട്ടുകാരുണ്ട്. അങ്ങനെ പൂർണ്ണമായിട്ട് ഒരു അനാഥനായ വ്യക്തിയല്ല ഞാൻ. 2018 മുതലുള്ള സുഹൃത്താണ് വിപിൻ എന്ന് പറഞ്ഞു. 7 വർഷമായിട്ടുള്ള സൗഹൃദമാണ്. ഒരു ഘട്ടത്തിൽ ഉണ്ണിക്കെതിരെ ഒരു നടിമാരോട് നിരന്തരം പരാതി പറയുന്നു. അത് ഉണ്ണിയെ അറിയിക്കുന്നു, നടിമാർ പരാതിയായി പറയുന്നു. അങ്ങനെ പറയാൻ വിപിന് ഉണ്ണിയോട് എന്താണ് അത്ര പാകം? ഭയങ്കര സ്പൈസി ചോദ്യമാണ്. പക്ഷെ എനിക്ക് തീർച്ചയായും അറിയില്ല. എനിക്ക് ഒരുപാട് പേരെ സംശയമുണ്ട്. ഒരുപാട് പേര് എൻ്റെ സുഹൃത്തുക്കളായിട്ട് എൻ്റെ കൂടെ നിന്നായിരുന്നു. അതിൽ പച്ചയ്ക്ക് പല ആൾക്കാർക്കും ഈ വിഷയം, ടൊവിനോടെ വിഷയം ഫേക്ക് ആണെന്ന് ചോദിച്ചവർ അതേന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മുഖത്ത് നോക്കി അതേന്ന് പറഞ്ഞവരുടെ പേര് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് ഞാൻ ഒരു ഘട്ടത്തിൽ അവരെ സുഹൃത്തുക്കളായിട്ട് കണ്ട ആളായതുകൊണ്ട് ഞാൻ പേരുകൾ എടുത്തിട്ട് ഇതൊരു മസാല സ്റ്റോറിയൊക്കെ ആക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവർ എൻ്റെ ശത്രുക്കളാണെന്ന് എന്നോട് മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ പിന്നെ അത് അങ്ങനെ എടുക്കാം. പക്ഷെ സത്യം ഇതാണ്. അതേപോലെ തന്നെ ഞാൻ ഈ അഗൈൻ റിപ്പീറ്റ് ചെയ്യുന്നു, അടി ഒരു വിഷയമാണ്, അടിച്ചിട്ടില്ല. ഇതുവരെ വന്ന ഒത്തിരിയധികം സിനിമകള് ഇനി ഒരു പ്രോമിനന്റ് ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ടോപ്പ് ചോദ്യങ്ങൾ വന്നാൽ ഇവരെ ഒത്തിരിയധികം സിനിമകള് ഇപ്പൊ വിപിൻ എന്ന് പറഞ്ഞ വ്യക്തി തടഞ്ഞ്, അതായത് ആൾക്ക് 5 വർഷത്തേക്ക് ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞ് തടഞ്ഞെന്ന് പറയുന്നു. അപ്പൊ ഇതിനെതിരായിട്ട്, അതായത് നിലവിലെ ഒരു ആർട്ടിസ്റ്റിന് മാനേജർ വഴി അല്ലാതെ ഒരു രീതിയിൽ കഥ പറയാനുള്ള രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ചിന്താഗതി ഉണ്ണിക്ക് വന്നിട്ടുണ്ട്? ഒഫീഷ്യൽ ഇമെയിൽ IDs ഉണ്ട്, വെബ്സൈറ്റുകളുണ്ട്, എല്ലാം ഉണ്ട്. ഇത് പല പല സോഴ്സസ് യൂസ് ചെയ്തിട്ടാണ് ആൾക്കാർ മീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഞാൻ അതൊന്നും തള്ളി പറയുന്നില്ല. ഇത്തരം ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഞാനും ഇത് സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ഷെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ദാറ്റ് ഈസ് ജെന്യുവൻലി ഇത്രയും സംഭവിക്കുന്നത്. പിന്നെ ഒരു പരിധിവരെ ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്താൽ ശ്രമിച്ചിരുന്നു, നിങ്ങൾ കണ്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എപ്പോഴും വിശ്വസിച്ചത് ഓക്കെ, ഒരുപാട് ആൾക്കാർ മീറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ബട്ട് നമുക്ക് എല്ലാവരും ഒരേ സമയത്ത് മീറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും അല്ലെങ്കിൽ ഇവർ പറയുന്ന അതേ സമയത്ത് എത്തിപ്പെടാനൊന്നും എനിക്കും പറ്റാണ്ട് പോയിട്ടുണ്ട്. അപ്പം ഞാൻ കംപ്ലീറ്റ്ലി ആ കാര്യത്തിൽ അങ്ങനെ ഇഷ്യൂ ആക്കിയിട്ടുണ്ട്. ഇത് സാധാരണ എല്ലാ നടന്മാരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, വളരെ സന്തോഷകരമായ കാര്യങ്ങളായിട്ടൊക്കെ. ഒരു തിരക്ക് വരിക എന്ന് പറഞ്ഞാൽ നല്ലതാണ്. ഇതിനെ ചൊല്ലി നമ്മൾ ഒരിക്കലും തർക്കിക്കാൻ പോകുന്നില്ല. പക്ഷെ എന്നിലേക്ക് ആക്സസ് ചെയ്യുന്ന ഞാൻ വളരെ ആക്സസിബിൾ ആയ ഒരാളാണ്. ഏറ്റവും സിമ്പിളായിട്ട് എനിക്ക് തോന്നുന്നത് ഏറ്റവും എളുപ്പത്തിൽ എന്നെ മീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പോൾ ഈ അടുത്തായിട്ട് സോഷ്യൽ മീഡിയയിൽ കുറേ ആൾക്കാർ എന്നെ മീറ്റ് ചെയ്യാൻ ശ്രമിച്ചു, അത് പറ്റിയില്ല. ഇയാളിൽ നിന്നുണ്ടായ ബാഡ് എക്സാമ്പിളായിട്ട് ഇട്ടപ്പോൾ ഞാനും അതിനെ എടുത്ത് പറഞ്ഞു. യെസ് ഉണ്ടാവും. പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പോലീസ്
ഒരു വെയിൽ കിട്ടുന്ന കുറ്റം മാത്രമാണ്. വലിയ ഉണ്ണി അതിൽ തല്ലിയിട്ടില്ല, അല്ലെങ്കിൽ ഉണ്ണിക്ക് അതിൽ പ്രത്യക്ഷത്തിൽ ഈ പരാതി പറഞ്ഞ പല കാര്യങ്ങളും കള്ളമാണെന്ന് പോലീസ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയ ഒരു കേസായിരുന്നു. ആ കേസിൽ തന്നെ അങ്ങനെ പോലീസിന്റെ ഒരു അന്വേഷണം ഉണ്ടാകുകയും പോലീസ് എന്ന് കോടതിയിൽ അത് പറയുകയും ചെയ്തു. അതായത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റം മാത്രമാണ്, സ്റ്റേഷൻ ജാമ്യം കൊടുക്കാവുന്ന കുറ്റം എന്ന് പോലീസ് കോടതി അറിയിക്കുകയും ചെയ്തു. അങ്ങനെ വന്ന ഒരു കേസിനെ എന്തോ കൊലപാതക കുറ്റം പോലെ ആക്കി ചില ഓൺലൈൻ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കാനും ചില തെറ്റായ കാര്യങ്ങൾ പറയാനും ബോധപൂർവ്വ ശ്രമം നടത്തിയെന്ന് തോന്നുന്നു. എനിക്ക് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് ഞാൻ ഈ പോലീസ് ഓഫീസറിന്റെ വോയിസ് ആയിട്ട് ഞാനും പഠിച്ചിട്ടുണ്ടാവും. എന്താണ് എല്ലാവരും പഠിച്ചു. ഇത് വേറൊരു വീഡിയോ ഉണ്ടെന്ന്. അപ്പൊ ഞാനതാ പറഞ്ഞു, വിവരിക്കാം. എനിക്ക് അറിയില്ല ഇങ്ങനത്തെ വോയിസ് ഒക്കെ പുറത്ത് വിടാൻ പറ്റും. ഇത് ഇല്ലീഗൽ അല്ലേ? ഞാൻ പോലീസ് ഓഫീസറെ വിളിച്ച് എനിക്ക് അന്വേഷണ ഭാഗമായിട്ടും വിളിച്ചിരുന്നു. എന്റെ തലേദിവസം ഉണ്ണിനെ ഞാൻ വിളിച്ചിരുന്നു. ഉണ്ണി ഫോൺ എടുത്തില്ല. ഇത് ഉണ്ണി ഫേസ്ബുക്കിൽ കുറിച്ചപ്പോൾ തന്നെ ഞാൻ വിളിച്ചു. ഇങ്ങനെ വോയിസ് ലീക്ക് ചെയ്യുന്ന നോക്കിയാണോ? ലീഗലാണ്. എന്നാൽ അതേ ഓഫീസർ ആയിരിക്കും ഇതും പറഞ്ഞിട്ടുണ്ടാവുക. സോ യു ബി വെരി കെയർഫുൾ നെക്സ്റ്റ് ടൈം. നിങ്ങൾ ഇങ്ങനെ ന്യൂസ് വിടുമ്പോൾ നിങ്ങളെ കുറിച്ചായിരിക്കും പുള്ളി പറയുന്നുണ്ടാവുക. പോലീസ് കോടതിയിൽ തന്നെ എന്ന് പറഞ്ഞതിൽ നിന്ന് തന്നെ ഉണ്ണി നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അതായത് ഒരാളെ തല്ലിയിട്ടില്ല, അല്ലെങ്കിൽ ബെയിൽ കിട്ടാം. തല്ലി കഴിഞ്ഞാൽ നോൺ ബെയിലോടാവുന്ന കേസാണ്. മുറിവുണ്ടെങ്കിൽ അത് നോൺ ബെയിലോടാവും. അപ്പൊ അത്തരം കേസുകൾ ഇപ്പോൾ ഉണ്ണി പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഈ ചില ഓഡിയോ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ വീഡിയോ ഉണ്ടാകുന്നു, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞാൽ AI ക്രിയേറ്റഡ് ഒക്കെ ആണെങ്കിൽ ഉണ്ണി അതിൽ സംശയം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആ ഉദ്യോഗസ്ഥനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസിനെ സമീപിക്കുകയോ അല്ലെങ്കിൽ DGP കൊടുത്ത പരാതിയിൽ അക്കാര്യം ഉന്നയിക്കുകയോ വല്ലതും ചെയ്യും. ഞാൻ എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ AI വെച്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇവിടെ ആർക്കും ഇല്ല. നമ്മളും AI-യുടെ ഇതാ പറയാ, അപ്പൊ അത്ര ഉള്ള കപ്പാസിറ്റി ഒന്നുമില്ല. ഞാൻ തന്നെ ഒരു ഫോണിൽ പറഞ്ഞതേ ഉള്ളൂ. ഐ ഡോണ്ട് തിങ്ക് വിപിന്റെ ഈ ശരീരത്തിൽ പിടിവലി നടന്നതിന്റെ പാടുണ്ടാവും കയ്യിലൊക്കെ. അപ്പൊ കയ്യിൽ പിടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഇല്ല, എൻ്റെ ഓർമ്മയില്ല. ഇനി അവര് പേഴ്സണലി ഇരുന്ന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിരിക്കാം. ബിക്കോസ് ഞാൻ ഫോട്ടോസൊക്കെ കണ്ടു. സ്വയം പരിക്കേൽപ്പിച്ചിട്ട് മാനേജർ എന്നാണ് പക്ഷെ പല സിനിമകളുടെയും കഥകളൊക്കെ കേൾക്കാൻ ചുമതലപ്പെടുത്തി അങ്ങനെ കുറച്ച് വിവരങ്ങൾ. ബ്രദർ, ഞാൻ അതാ പറയണേ, ദാറ്റ് ഈസ് എന്നെ മീറ്റ് ചെയ്യണമെങ്കിൽ പല സോഴ്സുകളുണ്ട്. ഇപ്പം എൻ്റെ അച്ഛൻ വരെ കഥ കേൾക്കുന്നുണ്ട്, എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ കേൾക്കുന്നുണ്ട്. എല്ലാം എൻ്റെ കരിയർ മുഴുവൻ അങ്ങനെ ആയിരുന്നില്ല. ഒരു ഘട്ടത്തിലാണ് ഒരു 2018 ശേഷം മേപ്പടിയാൻ സക്സസിന് ശേഷം മാറ്റങ്ങൾ വന്നിട്ട്. എല്ലാ നടന്മാർക്കും അങ്ങനെയാണ്. ഞാൻ തുടർച്ചയായിട്ട് ഇങ്ങനെ തിരക്കിൽ പോയ ആളൊന്നും ഉണ്ടാകത്തില്ല. ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആൾക്കാർ കഥ കേൾക്കും, സജസ്റ്റ് ചെയ്യും, ചിലർ നേരിട്ട് വരും. ഇങ്ങനെയൊക്കെയാണ് സിനിമ സംഭവിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ സിനിമ ജീവിതം അങ്ങനെയാണ്. എനിക്കറിയില്ല മറ്റു നടന്മാരുടെ ജീവിതത്തിൽ എങ്ങനെയാണ്. അപ്പോൾ ഒരാളെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞാൽ എപ്പോഴും പറഞ്ഞുതരാം. 2018 മുതൽ 21 വരെ നീണ്ടു നിൽക്കുന്ന ഈ സിനിമ മേപ്പടിയാൻ, അതുപോലെ ടൈമിലല്ല മറ്റു സിനിമകൾ ഒരു 4 മാസം 5 മാസത്തിൽ റിലീസായി പോയിട്ടുണ്ട്. ഇത് കൊറോണ ടൈമിൽ വന്നു, ഒമിക്രോൺ സമയത്താണ് റിലീസായി പടം. അപ്പൊ ഞങ്ങൾ 1 വർഷത്തോളം ഇത് പ്രൊമോട്ട് ചെയ്ത് ഇങ്ങനെ സിനിമയുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, എൻ്റെ മേപ്പടിയാൻ എന്ന സിനിമ വന്നപ്പോൾ മാക്സിമം ആൾക്കാർ എഴുതിയത് ഇത് സംഘം ഫണ്ട് ചെയ്തൊരു സിനിമയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം ആ പടം എൻ്റെ വീട് പണം വെച്ചിട്ടാണ് ഞാനത് ചെയ്തത്. ഇത് ഞാൻ ഒരിക്കലും പറയാത്തതെന്ന് വെച്ചാൽ, സാധാരണ എന്നെ ഗൺ പോയിന്റിൽ വെച്ചിട്ടല്ല ആരും ഇവിടെ സിനിമ എടുക്കാൻ പറയുന്നത്. എൻ്റെ ആഗ്രഹമാണ്. ഞാൻ എൻ്റെ അച്ഛനോട് അമ്മോട് ചോദിച്ചു, ഞാൻ വീട് പണം വെച്ചോളൂ എന്ന് പറഞ്ഞു. ഞാൻ ആ പൈസ കൊണ്ടിട്ടാണ് ഈ സിനിമ ഉണ്ടാക്കിയത്. സിനിമയിൽ ആകെ ഒരു പാസിംഗ് സേവാഭാരതിയുടെ ഒരു ആംബുലൻസ് പോയപ്പോൾ SDPIയുടെ ആംബുലൻസിൽ എത്ര സിനിമകളുണ്ട് ഞാൻ പറയാണ്. ജസ്റ്റ് എക്സാമ്പിൾ. ഞാൻ ഇനി സേവാഭാരതി SDPIയിലേക്ക് കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞു വരികയാണ്. രണ്ടാമത്തെ അവിടെ ഷഫീഖിനെ സന്ദർശനം ചെയ്തപ്പോൾ പിന്നെയും അവൻ എന്നാ പിന്നെ മുസ്ലിം ഫാമിലീസിനെ കയ്യിലെടുക്കാൻ സിനിമ എടുക്കാൻ. മാളികപ്പുറം ചെയ്യുമ്പോൾ നിങ്ങൾ പറയുന്നത് അവൻ അതിലുള്ളത് മാളികപ്പുറം അഗ്രസീവ് പ്രൊമോഷൻ, പിന്നെ ഹിന്ദുത്വ അജണ്ട, പിന്നെ ജയഗണേഷ് വന്നപ്പോൾ പ്രോപ്പഗൻഡ സിനിമ, പിന്നെ മാർക്കോ വന്നപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വയലൻസ് മാർക്കോ കണ്ടതിന് ശേഷം. അതിന് മുന്നേ ഒന്നും ഉണ്ടായിട്ടില്ല അവിടെ. എന്നാൽ ഞാൻ ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞു ഈ സിനിമകൾക്ക് USP ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കുറെ ഈ ആരോപണങ്ങളും സോഷ്യൽ മീഡിയ ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്യുന്നു. അപ്പോൾ അതിലൊക്കെ ഉണ്ണിക്ക് വിഷമമുണ്ടായിരുന്നു. ഉണ്ണിക്ക് മാർക്ക് കഴിഞ്ഞു, പിന്നെ സിനിമകൾ വരാത്തതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ആണെന്നൊക്കെ. മാം, ഞാൻ മേപ്പടിയാൻ തൊട്ട് എനിക്ക് വിഷമമുണ്ട് ഇങ്ങനെ നെഗറ്റീവ് വരും. അപ്പോൾ അതിന്റെ വിഷമമാണ് തന്നോട് തീർത്തതെന്നാണ് വിപിൻ പറയുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് സീരിയസ് തിങ്. ഞാൻ ഇന്ന് ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ല. നിങ്ങൾ വനിതയല്ലേ? ഒരു ഫീമെയിൽ സിനി ആർട്ടിസ്റ്റിനുണ്ടായ ഇഷ്യൂ ആണ് ഞാൻ സംസാരിക്കാൻ പോയത്. യു ഡോണ്ട് റാൻഡംലി നിങ്ങളിങ്ങനെ, ഞാൻ എൻ്റെ ഈ കൂട്ടത്തിൽ എൻ്റെ വിഷമം പറഞ്ഞു. ഡെഫിനറ്റ്ലി വിഷമം അല്ലല്ല, എൻ്റെ ഫ്രസ്ട്രേഷൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സങ്കടം പറയാം. നിങ്ങളൊരു നടൻ എന്ന നിലയിൽ എൻ്റെ വേർഷൻ കൂടി നിങ്ങൾ എൻ്റെ വേർഷൻ കേൾക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
അതുകൊണ്ട് പറയുന്ന ഒരു സിനിമ, അതായത് മേപ്പടി എന്നൊരു ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് സ്ക്രിപ്റ്റ്സ് ആയിരുന്നു. അതിനെക്കുറിച്ച് എത്ര ചർച്ചകൾ ഉണ്ടായെന്ന് എനിക്കറിയില്ല. ജയഗണേഷ് ഒരു നല്ല സിനിമയായിരുന്നു. ഞാൻ പറയുന്നത് അതൊരു പ്രൊപ്പഗൻഡ, പേര് വെച്ച പ്രൊപ്പഗൻഡ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് ഉണ്ടായിട്ടില്ല എന്ന് പറയാം? എന്ന് വെച്ചാൽ എന്റെ സങ്കടത്തിന്റെ കാരണം ഇതാണെന്ന് ഇന്നാള് പറഞ്ഞത് എനിക്ക് ഇറ്റ്സ് നോട്ട് ഫെയർ. ഞാൻ പറയാണ്, ഈ ഇഷ്യൂ കംപ്ലീറ്റ്ലി ഡീവിയേറ്റ് ചെയ്ത് ട്രാക്ഷൻ മാറ്റി ഇതിൽ വേറെ നടന്റെ പേരിട്ടപ്പോ ഐ ബിലീവ് നിങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആയി. അതല്ല, അതിൽ എൻ്റെ സുഹൃത്തിന് ഒരു പങ്കുമില്ല. അവന്റെ സിനിമ സൂപ്പർ ഹിറ്റ് അടിക്കണം. എൻ്റെ മാർക്കോ സിനിമ ഹിറ്റായപ്പോൾ ഞാൻ അവൻ്റെ കൂടെയാണ് അന്ന് രാത്രി ഇരുന്നത്. ARM ഹിറ്റായപ്പോൾ ഞാനാണ് ആദ്യം വിളിച്ചത്. ഞങ്ങൾ പലപ്പോഴും പല സ്ഥലത്തും പബ്ലിക്കലി ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. സോ ഐ റിയലി ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് ദ റൈറ്റ് വേ. ഒട്ടും ഹെൽത്തി അല്ല. അത് ഞങ്ങൾ അന്ന് തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് സ്റ്റിക്കർ ഇട്ട് കളിച്ചു. അല്ല, ആ സ്റ്റിക്കർ ടോവിനോയുമായിട്ട് ഇത്ര സൗഹൃദമാണെങ്കിൽ ടോവിനോ അതിലൊരു പരസ്യമായിട്ടൊരു ടോവിനോയുടെ അല്ല, ഭാഗം അവന് പറയേണ്ട ആവശ്യമില്ല. അത്രയും സില്ലിയ കാര്യം അത്. ഇനി എന്നാ ഈ കേസിന്റെ ലാസ്റ്റ് നടപടിക്രമങ്ങൾ ഇനി കുറച്ചല്ലേ സ്റ്റേഷനിൽ പോയി അത് തീർക്കാന്നുള്ളൂ. അതിലെന്തായിരിക്കും സ്റ്റേഷനിലേക്ക് പോകുക? എനിക്കറിയില്ല ബോസ്, ഞാനിത് എൻ്റെ അഭിഭാഷകൻ പറയുന്ന പോലെയാണ് കാര്യങ്ങൾ ചെയ്യുക. എനിക്കിതിൻ്റെ പ്രാക്ടിക്കാലിറ്റി അറിയില്ല. ഞാൻ ഇപ്പം പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. നിങ്ങൾ അമ്മ ആൻഡ് FTL പോയി ചോദിക്കുക. ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. ആ ഇഷ്യൂവിൽ ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ എന്നിലേക്ക് വന്നപ്പോൾ ഞാനത് അന്വേഷിക്കാൻ പോയി. എനിക്ക് ഈ വ്യക്തിയുടെ വർക്കിംഗ് പാറ്റേൺ, ബിക്കോസ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോഴും എൻ്റെ വർക്കിലൊന്നും ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അയാളെ വേറെ ഒരു ഉദ്ദേശത്തോടെ കാണാനും പോയിട്ടില്ല. എൻ്റെ സുഹൃത്തിനോട് മാപ്പ് പറഞ്ഞപ്പോൾ ഞാൻ ആ മാപ്പ് എന്നോടും പറയണം. മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും വളരെ കോമൺ ഫ്രണ്ട്സ് ആണ്. എന്ത് സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് എന്നോട് ഇങ്ങനെ ചെയ്യാൻ തോന്നിയെന്ന് പറഞ്ഞപ്പോൾ പുള്ളി കരഞ്ഞോണ്ടാണ് മാപ്പ് പറഞ്ഞത്. ഈ വീഡിയോ കിട്ടണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആൾ ഞാനാണ്. ബിക്കോസ് അതിൽ കിട്ടല്ലോ. ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ആക്ച്വൽ വീഡിയോ പുറത്ത് വരാനാണ്. പുള്ളി ഡെഫിനറ്റ്ലി ഇപ്പം എൻ്റെ കൂടെ നിൽക്കുമ്പോൾ ചില പേടിച്ചില്ലാന്ന് ശരി, ഞാൻ ഹീറ്റഡ് ആർഗ്യുമെന്റ് തന്നെ ആയിരുന്നു. അത് സങ്കടത്തോടെ സംസാരിച്ചതാണ്. എന്തിന് ചെയ്തു എന്നാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഓഡിയോ കിട്ടുന്ന വീഡിയോ ഉണ്ടെങ്കിൽ അതും കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് അതിൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ കപ്പാസിറ്റിയിൽ നിന്നിട്ട് നിങ്ങൾക്ക് CCTV ഫുട്ടേജ് വിത്ത് ഓഡിയോ കിട്ടുവാണെങ്കിൽ അത്രയും സന്തോഷം. ഐ എം റിക്വസ്റ്റിംഗ് ഫോർ മൈ സൈഡ്. ഞാൻ വെറുതെ പറയില്ല. നിങ്ങൾക്ക് ഇനിയും ഭയങ്കരമായിട്ട് തോന്നലാണെങ്കിൽ ഈ വീഡിയോ കിട്ടിയതിന് ശേഷം അതിൽ ഉണ്ണിമുകുന്ദൻ വിപിൻ കുമാർ എന്ന് പറയുന്ന പാവപ്പെട്ടവനെ അടിച്ചെന്നുണ്ടെങ്കിൽ ഞാൻ മലയാള സിനിമയിൽ അഭിനയം നിർത്താം. സീരിയസ്ലി. ഇപ്പൊ ഇതിന്റെ മുകളിൽ എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ ദയവ് ചെയ്ത് എപ്പോഴെങ്കിലും എന്നെ കുറിച്ച് നിങ്ങൾ വാർത്തകൾ വരികയാണെങ്കിൽ ഒരു കൺസിഡറേഷൻ തരണം. എന്നെ ക്രിമിനലായിട്ട് നിങ്ങൾ ഡീൽ ചെയ്യരുത്. എല്ലാ വർഷം ഓരോ പുതിയ ഇഷ്യൂ ആയിട്ട് വന്നിട്ട് എനിക്കിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര പാടാണ്. അപ്പൊ ഞാൻ ഇവിടെ സിനിമ വന്നത് ഗുജറാത്തിൽ നിന്നായതുകൊണ്ട് പല രീതിയിലും കാര്യങ്ങൾ പോകുന്നുണ്ട്. എനിക്കിവിടെ വ്യക്തിപരമായിട്ട് ആരോടും പ്രശ്നമില്ല. ഞാൻ മര്യാദയ്ക്ക് സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ചില രീതികളുണ്ട്. അത് ഞാൻ കുറച്ച് സ്ട്രൈറ്റ് ഫോർവേഡാണ്. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര അഗ്രസീവായിട്ട് സംസാരിക്കുന്നുണ്ട്. അത് ഓരോരുത്തർക്ക് ഒരു രീതിയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന രീതിയിൽ ഞാൻ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ശരിയല്ല. എൻ്റെ കൂടെ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്തിട്ടുണ്ട്. ചിലർക്ക് സാധാരണഗതിയിൽ ചിലർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടായി കാണും, ചിലർക്ക് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായി കാണും. അത് സിനിമയിൽ അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനായിട്ട് സ്പെഷ്യലായിട്ട് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ഐ എം ജസ്റ്റ് സെയിങ് ദാറ്റ് ഇത് കുറച്ച് ഡേർട്ടി സ്പേസിൽ പോയത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൂട്ടുകാരായതുകൊണ്ട് ഇതിൽ എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിന് ഇത് ഒഴിവാക്കാമായിരുന്നു. അയാൾ അത് ചെയ്തില്ല. ഒരു ഘട്ടത്തിൽ പുള്ളിക്കും ചില സങ്കടങ്ങളുണ്ടാവും. എന്നാൽ പിന്നെ ഇരിക്കട്ടെ ഒരു പണി എന്ന് പുള്ളി വിചാരിച്ചു. അത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. ആ പുള്ളിക്ക് എന്നോട് ഇപ്പോൾ വിരോധമാണ്. ഞാനത് സമ്മതിച്ചു. ഓക്കെ. അപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ ന്യായം പിടിച്ചു നിൽക്കണം. അസോസിയേഷനും കൂടി ഞാൻ 2-ാം തീയതി എന്നെ വിളിച്ചത്. ഞാൻ പോയി സംസാരിക്കും. പോസിബിളി അവിടെ നിന്ന് എന്താണ് ഒരു പറഞ്ഞത്, ചിലപ്പോൾ ഇനി ഈ ഇഷ്യൂ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ അതങ്ങനെ, അല്ലെങ്കിൽ കോടതി പറയുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് കോടതിയിലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ മാത്രമേ പറ്റൂ. ഈ ഇൻവെസ്റ്റിഗേഷൻ ഇതുവരെ ട്രൂത്ത്ഫുള്ളി ഫോളോ ചെയ്ത എല്ലാ മാധ്യമങ്ങൾക്കും നിന്നും പോലീസ് ഉദ്യോഗസ്ഥർക്കും കോടതിക്കും മാത്രമല്ല, ഇതിപ്പോൾ എല്ലാം തീർന്നു എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞു സത്യമാണെന്നല്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഡെഫിനറ്റ്ലി ഗോ ആൻഡ് എൻക്വയർ. ഇങ്ങനത്തെ കാര്യങ്ങൾ അവിടെ ഉണ്ട്. പേരുകളൊന്നും വെളിപ്പെടുത്താൻ പറ്റില്ല. അവർ അങ്ങനെ എന്നോട് ഇൻസ്ട്രക്ഷൻ പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ നോട്ട് ഡൂയിങ് ഇറ്റ്. അതായത് ഇതിനു മുമ്പ് മാർക്കോയുടെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പം നിങ്ങളുടെ PR ടീമുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് മാർക്കറ്റിങ്ങിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ വിപിൻ കുമാറിനെ പറ്റി തന്നെ ഒരു മാർക്കറ്റിംഗ് ടീം ആരോപണം ഉന്നയിച്ചിരുന്നു. അത് എന്തെങ്കിലും സത്യമുണ്ടോ? ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഉണ്ടായിരുന്നു. അവര്
പുള്ളിക്ക് മാത്രം ഒരു ക്രെഡിറ്റ് വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇവർ തമ്മിൽ പരസ്പരം ഭയങ്കര ഇഷ്യൂ ഉണ്ടായി. ഞാനൊരു കോംപ്രമൈസ് ടോക്കിൽ പോയിട്ട് അവസാനം ഞാനാണത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കൊണ്ടുവന്നത്. ബിക്കോസ് ഈ PR എന്ന് പറയുമ്പോൾ സിനിമകൾ വിജയിക്കുമ്പോൾ എല്ലാവർക്കും അതിലൊരു പങ്കാളിത്തം വേണം. പക്ഷെ പരാജയപ്പെടുന്ന സിനിമ ഞാൻ PR ചെയ്തെന്ന് ഇത് ഒരു PR കമ്പനിയും പറയുന്നത് കണ്ടിട്ടില്ല. ഒരു സിനിമ പരാജയപ്പെടുമ്പോൾ നിങ്ങൾ PR ചെയ്ത പടം പരാജയപ്പെട്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നത് ആരെയും കണ്ടില്ല. ഒരു ഡയറക്ടർ അങ്ങനെ പറയില്ല, ഒരു നടനും അങ്ങനെ പറയില്ല. സോ വിജയങ്ങളിൽ എല്ലാവർക്കും കൂടുതൽ ക്രെഡിറ്റ് വേണമെന്ന് സ്വാഭാവികമാണ്. പക്ഷെ എനിക്ക് ഫെയർ ആയിട്ട് നിർത്തണമെന്നുണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. അതിൻ്റെ സംബന്ധമായിട്ട് പുള്ളിക്ക് എന്നോട് ഒരു ദേഷ്യവും ഗ്രഡ്ജൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ വളരെ പ്രൊഫഷണലി കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതാണ്. മാം ഇത് ഓൾമോസ്റ്റ് 3 years പോലെ. ഇറ്റ്സ് ലൈക്ക് ഒരു പ്രൂഫ് കയ്യിൽ വരുമ്പോഴാണ് സംസാരിക്കാൻ പറ്റുക. പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ പ്രൂഫ് എന്നല്ല, ഈ പറയുന്ന ആൾ അവിടെ പോയി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കൗണ്ടർ ചെക്ക് ചെയ്യാം ഇങ്ങനൊരു സംഭവം ഉണ്ടോന്ന്. ചിലപ്പോൾ ഒരു പേരുകളൊന്നും പറയില്ല, ബട്ട് എക്സിസ്റ്റിംഗ് കംപ്ലൈൻറ്റ് ഉണ്ടാവുമല്ലോ. ദാറ്റ്സ് ഇറ്റ്.